എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പം ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കുമ്പോൾ നിൻ്റെ ഭർത്താവിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, എൻ്റെ മകനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, എന്നെയാണ് കളിയാക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം നയന നന്മമരം പറയുവാണ്, ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കഥകളുണ്ടാക്കുകയോ പറഞ്ഞുകൊണ്ട് നടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ആദർശേനെ സ്നേഹിക്കുന്ന നമുക്ക് കാര്യങ്ങൾ അറിയാലോ, ഇപ്പോൾ അമ്മ അറിഞ്ഞല്ലോ, അത് മതിയെന്ന് പറയുക കേട്ടോ. ഏതായാലും ഇത് കേൾക്കുമ്പോഴും ദേവയാനിയുടെ മുഖം ആകെ മങ്ങിയിരിക്കുന്നു, ആകെ സങ്കടമാണ് ദേവയാനിക്ക്. അത് കഴിഞ്ഞ് ആദർശിനെ വിളിച്ച് വരുത്തുന്നുണ്ട് ദേവയാനി. എന്നിട്ട് ആദർശിനോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമായിരിക്കും. അപ്പം ആദർശ് പറയുന്നുണ്ട്, അമ്മ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന്. കാരണം സത്യം ആരോടും തുറന്ന് പറയരുത് എന്ന് പറഞ്ഞേക്കുന്നത് മുത്തശ്ശനും നന്മയുടെ നിറകുടമായ സ്വന്തം ഭാര്യയുമാണ്. ഭാര്യ ആദർശിനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശ് അന്നേരം ദേവയാനിയോടൊന്നും പറയുന്നില്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നിനക്കൊന്നും പറയാനില്ല എങ്കിൽ എനിക്കും പറയാനില്ല, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനുണ്ട്, അതിനുവേണ്ടിയാണ് നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ദേവയാനി നേരെ കടലിൻ്റെ തീരത്താണ് അവർ നിൽക്കുന്നത്. അപ്പം കടലിൻ്റെ ആ സൈഡിലോട്ട് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോവാണ്. പുറകിൽ നിന്ന് ആദർശ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. നയന സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. നയനയും അങ്ങോട്ട് പെട്ടെന്ന് കയറി വരുന്നുണ്ട്. കടലിൽ ചാടും എന്ന് പറഞ്ഞ് ആദർശിനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാനായിരിക്കാം. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.